സാർ നമസ്കാരം. നമസ്കാരം. കാലം തെറ്റി ചില ആളുകൾക്ക് ചില വെളിപാടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാസമയം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് മടിച്ചു നിൽക്കുകയും അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി സത്യത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യും. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ അന്ന് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുകയും ചെയ്യും. ഒരു തരം പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം. പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതായത് ഇടതുപക്ഷ സർക്കാർ പല കാര്യങ്ങളിലും വീഴ്ച പറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ട് സർക്കാർ തോൽക്കാനുണ്ടായി എന്ന കാരണങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ അനുഭാവപൂർവമുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല. അവരോട് ചെയ്തികൾ ശരിയായില്ല. ആ നടപടി, സർക്കാർ എടുത്ത നടപടി തികച്ചും തെറ്റായിരുന്നു എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അന്ന്, അതായത് എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു. രാവും പകലും സമരം ചെയ്തു. മഴയുണ്ടായിരുന്നു. പൊരി വെയിലത്ത് സമരം ചെയ്യുമ്പോൾ രാത്രി മഴ പെയ്തപ്പോൾ സെക്രട്ടേറിയറ്റിന് വെളിയിലാണ് ഒരു ടർപ്പോളിൻ വലിച്ചു കെട്ടിയിട്ട് അവിടെ നിന്നിട്ടാണ് 10-60 വയസ്സുള്ള അമ്മമാരുൾപ്പെടെയുള്ള സംഘങ്ങൾ സമരം ചെയ്ത്. പോലീസിന് വിട്ട് രാത്രിക്ക് രാത്രി പട്ടാളം വരുന്നത് പോലെ ആ ടർപ്പായി അഴിച്ചുകൊണ്ടുപോയി അവരെല്ലാവരും മഴയത്ത് നിന്ന് സമരം ചെയ്ത് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. എന്ത് അടിയന്തര സാഹചര്യമായിരുന്നു ആ ടർപ്പോളിൻ പൊളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പിണറായി വിജയൻ വിചാരിച്ചു എന്ത് ക്രമസമാധാനമാണ് അവിടെ തകർന്നത്. അന്നൊന്നും ഒരക്ഷരം മിണ്ടാതിരുന്ന ബിനോയ് വിശ്വം ഇന്നിപ്പോ ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ട നടപടികൾ തെറ്റായിരുന്നു, തോൽവിക്ക് അതുകൂടി ഒരു കാരണമായിരുന്നു എന്ന് പറയുമ്പോൾ സർ, നാടൻ ഭാഷയിൽ ഇത്തരം നേതാക്കന്മാരുടെ ഇത്തരം പ്രസ്താവനകളെ എങ്ങനെ പറയണം? അതായത് അധികാരം കിട്ടിയിരുന്നെങ്കിൽ, വീണ്ടും അധികാരം കിട്ടിയിരുന്നെങ്കിൽ ബിനോയ് വിശ്വം പറയുമായിരുന്നു. ഒരിക്കലും പറയില്ല. ഇപ്പോൾ അധികാരം കിട്ടാതെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന ഇറക്കാൻ ഒരു കാരണം വേണ്ടേ? അതാണ് കാണിക്കുന്നത്. ആ സന്ദർഭത്തിൽ സമരം നടന്ന ആശാവർക്കർമാരുടെ മാനുഷികമായ പ്രശ്നങ്ങൾ അടങ്ങിയ സമരം നടന്നപ്പോൾ അവര് ആപ്പാട് 273 രൂപയായിട്ടാണ് അവർക്ക് ആപ്പാട് കിട്ടുന്നത്, ഓണറേറിയം കിട്ടുന്നത്. അവർക്കൊരു 700 രൂപ കിട്ടണം എന്ന് പറയുന്നത് ഇപ്പൊ വീട്ടുപണിക്ക് വരുന്ന ആൾക്കാർക്ക് പോലും 1000 രൂപ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മിനിമം ഒരു 500 രൂപ ആക്കി കൊടുത്തിരുന്ന അവർ സമരം തീർത്തി അവർ പോകുമായിരുന്നു. അവസാനം 100 രൂപയെങ്കിലും കൂട്ടി കൊടുക്കാൻ വേണ്ടി ഒരു കെഞ്ചി. അതായത് മിനി എന്ന് പറയുന്ന SUSU നേതാവ്, ഈ സമരത്തിന്റെ നേതാവ് മിനി, ഈ ബിനോയ് വിശ്വത്തിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറഞ്ഞു, ഞങ്ങൾക്കൊരു 100 രൂപ കയറ്റി തന്നാൽ ഞങ്ങൾ സമരം തൽക്കാലം നിർത്താം, എന്നിട്ട് പിന്നീട് ഘട്ടം ഘട്ടമായി കയറ്റി തന്നാൽ മതി. എന്നാൽ അത് ചെവിക്കൊള്ളാൻ പോലും ചെവിയുടെ പൊട്ടനായി മാറിയ നമ്മുടെ ബിനോയ് വിശ്വത്തിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഏത് ഇലക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിണറായി വിജയനെ പറ്റി കിട്ടാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? അന്ന് നാവ് പൊങ്ങാറില്ല. അന്ന് നാവ് എവിടെ പോയിരുന്നു? വല്ല കോണകത്തിൽ പോയി കൊണ്ടുവച്ചു. ഏത് കോണകത്തിലാണ് കൊണ്ടുവച്ചത്? പിണറായി വിജയന്റെ കോണകത്തിലോ? അത്രയും നാറിത്തരം ചെയ്തിട്ട് തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇരിക്കാൻ നാണമില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കാരണം എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ബിനോയ് വിശ്വം. ആ ബിനോയ് വിശ്വത്തെ എനിക്ക് ഇഷ്ടമാണ്. ആ ബിനോയ് വിശ്വത്തിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ ബിനോയ് വിശ്വമൊക്കെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ചത്തുപോയി എന്ന് ഞാൻ പറയുന്നു. കാരണം അദ്ദേഹം ഒറിജിനാലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട ഒരു വേറെ മുതലാളിത്തത്തിന്റെ പിണറായി വിജയന്റെ ആസനം താങ്ങി നടക്കുന്ന ഒരു ബിനോയ് വിശ്വത്തെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തിയും സംസാരവും തന്നെയാണ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒതുങ്ങുന്ന ഒരു കാരണം. അതായത് ഒരു നേതാവിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഘടകകക്ഷി എന്ന രീതിയിൽ തിരുത്തേണ്ട സമയത്ത് ഇപ്പൊ ഈ ബിനോയ് വിശ്വം തിരുത്താതിരുന്നത്? വലിയൊരു കാര്യമില്ലേ? ഇതിപ്പോ 2 കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഉണ്ടാവും എന്ന് വേണ്ടത് ഇത് മനസ്സിലാക്കാൻ. അവസാനം PM ശ്രീ പദ്ധതിയിൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിൽ നേർക്ക് കൊമ്പ് ഓർക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ആ ഒരു വിഷയത്തിൽ മാത്രം. പിന്നീട് ഈ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഈ ഘടകകക്ഷി എന്ന രീതിയിൽ CPIയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരിന് ഇത്രത്തോളം ധാർഷ്ട്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. PM ശ്രീയുടെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചത്? അതായത് പിന്നെ ബിനോയ് വിശ്വം എന്നുള്ള നേതാവ് തന്റെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പിണറായി വിജയനെ ചീത്ത പറയുന്നതാണ് ഏറ്റവും നല്ലത്. പിണറായി വിജയന്റെ
തെറ്റുകളൊന്ന് ചൂണ്ടിക്കാണിച്ച് വിളിച്ചു പറയുന്നതാണ് തന്റെ പേര് നിലനിർത്താൻ പറ്റിയത് എന്ന് സ്വയം ചിന്തിച്ച് മലർന്നു കിടന്ന് തുപ്പുകയാണ്. കാരണം ഈ പിണറായി വിജയൻ ഇത്രയും വൃത്തികെട്ടവനാക്കി മാറ്റിയത് ബിനോയ് വിശ്വം അടക്കമുള്ള ആൾക്കാരാണ്. ബിനോയ് വിശ്വം ആരാണ്? CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. CPI-യുടെ കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ ശക്തി രണ്ടാമത്തെ പാർട്ടിയായ ഇടതുപക്ഷം ജനാധിപത്യത്തിന് രണ്ടാമത്തെ പാർട്ടിയായ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് പിണറായി വിജയൻ ഇങ്ങനെ 1041 പോലീസ് അകമ്പടിയോടുള്ള പല ഫയർ സർവീസിന്റെയും ആംബുലൻസിന്റെയും സഹായത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യരുത്, ഞാൻ അത് ശക്തമായി നിർത്തണം, അത് തൊഴിലാളി വർഗ നേതാവിന്റെ പാർട്ടിക്ക് ചേർന്നതല്ല എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തിന്? ഈ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ പരമചെറ്റ, പരമനാറി, അതുപോലെയുള്ള നികൃഷ്ട ജീവി തുടങ്ങിയുള്ള വാക്കുകൾ പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മുഖ്യമന്ത്രിയും ചേർന്നതല്ലാന്ന് എപ്പോഴെങ്കിലും ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം കേട്ട് ആസ്വദിച്ച് പിണറായി വിജയന്റെ ആസനം താങ്ങിയ CPIക്ക് എന്തൊക്കെ കിട്ടാം, എന്തൊക്കെ അടിച്ചു മാറ്റാം, അത് മാത്രം ചെയ്ത് ഇത്രയും കാലം എല്ലാത്തരം വൃത്തികേടിനും കൂട്ടുന്ന ശേഷം അവസാനം എല്ലാം കഴിഞ്ഞ് അധികാരം നഷ്ടപ്പെട്ടപ്പോ പുറത്തു വന്നിട്ട് അയ്യോ അന്ന് ചെയ്തത് തെറ്റായിപ്പോയി അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആദ്യം ചട്ടവാറ് തട്ടിക്കേണ്ടത് ബിനോയ് വിശ്വത്തെയാണ്. ബിനോയ് വിശ്വം ശരിയായിരുന്നെങ്കിൽ ആ ഒരു ആർജവത്തുള്ള, തന്റെ ഇടമുള്ള, കൃത്യമായി നയിക്കാൻ കഴിയുന്ന നേതാവായിരുന്നെങ്കിൽ അദ്ദേഹം എന്തും ചെയ്യുമായിരുന്നു? അന്ന് ആ നിമിഷം പിണറായി വിജയനെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു, തെറ്റുതിരുത്താൻ ശ്രമിക്കുമായിരുന്നു, തെറ്റുതിരുത്തിക്കാൻ പറ്റുമായിരുന്നു. ഇല്ല ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി വ്യതിചലിച്ചു പോവുകയാണ്. ഇതിന് യാതൊരു തരത്തിലും തൊഴിലാളി പ്രേമമോ കർഷകരുടെ പ്രേമമോ അത് പാവപ്പെട്ടവരോടുള്ള സ്നേഹമോ ഇല്ല. എന്തിന്? നമുക്കറിയില്ലേ, മഞ്ഞക്കുറ്റിയുമായി നടക്കുമ്പോൾ സിൽവർ ലൈൻ എന്ന് പറയുന്ന ആഭാസത്തിലുമായി കേരളത്തിന്റെ ഓരോ വീട്ടിലും ചെന്ന് അടുപ്പിൽ പോലും കുറ്റി സ്ഥാപിച്ചിട്ടുള്ള പിണറായി വിജയനെ അന്ന് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെ എന്നും ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ബിനോയ് വിശ്വം. കവി കൂടിയായ ബിനോയ് വിശ്വത്തിന് എന്താ ബോധമില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ ഇതൊക്കെ വെറുതെ പേരെടുക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ആവശ്യം വന്നപ്പോൾ അതിനെ മറന്നുപോയതല്ല. അതിന് എന്തൊക്കെ അധികാരത്തിന്റെ ശീതളച്ചായിൽ നമുക്കും നേടാം, ആ നേട്ടമെല്ലാം ഉണ്ടാക്കി പിണറായി വിജയൻ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഉളുപ്പില്ലല്ലോ ബിനോയ് വിശ്വത്തിന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ വളരെ നല്ല സുഹൃത്തായ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ നല്ല ബന്ധമാണ്. പക്ഷെ അദ്ദേഹത്തിനോട് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ എന്താ പാർട്ടിയുടെ ആൾക്കാരായിരുന്നു, CPM-ന്റെ ആളുകളായിരുന്നു ഞാനൊക്കെ. ഞാൻ എന്തിനാണ് എതിർക്കുന്നത്? പാർട്ടി നശിച്ചു പോകരുത്. ഒരു പെരുങ്കള്ളം വന്നിട്ട് ഒരു CPM-നെ തട്ടിയെടുത്തിരിക്കുകയാണ്, എന്നിട്ട് ഭരണത്തിൽ ഇരിക്കുകയാണ്, മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകളെല്ലാം വിട്ട് പെരുമാറുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ബിനോയ് വിശ്വം ഒരു പ്രതികരണം ഇതാക്കിയിട്ടുണ്ടോ? ഇത് ശരിയല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള പാർട്ടിയാണ് CPM-ഉം. അടിയന്തര സമയത്ത് C. അച്യുതമേനോൻ കരുണാകരന്റെ കൂടെ വന്ന ആളാണ്. പിന്നീട് തെറ്റ് തിരുത്തി പുറത്തു വന്നതാണ്. എന്നിട്ട് അടിയന്തരാവസ്ഥക്കെതിരെ തള്ളി പറഞ്ഞ ആൾക്കാരാണ് CPI-ക്കാര്. അന്ന് CPM എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ആൾക്കാരാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഭരണത്തിലെത്തിയപ്പോൾ അവരാണ് ഈ ലോകത്തിലെ ഏകാധിപതികളെക്കാൾ ഭീകരന്മാര് എന്ന് തെളിയിച്ചു. ആ സന്ദർഭത്തിൽ ഒരു അക്ഷരം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്നെങ്കിലും ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടോ? എന്നെ 3 തവണയാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്. എന്തിന്? കള്ളക്കേസ്. ഒരു കേസ് സത്യസന്ധമാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് എന്തിനാണ്, എവിടെയാണെന്നുള്ളത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ മാന്യനാവാൻ ശ്രമിക്കുന്നത്? ബിനോയ് വിശ്വം എന്ന് പറയുന്ന നേതാവ് ഒരു കാപ്പട്യം നിറഞ്ഞ നേതാവാണെന്ന് ഞാൻ തീർച്ചയായും പറയും. പിണറായി വിജയനേക്കാൾ കാപ്പട്യമുള്ള ആളാണ്. പിണറായി വിജയൻ അന്നു മുതൽ ഇന്നു വരെ അത് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. പിന്നീട് ഭരണത്തിൽ വന്നപ്പോൾ, ശീതളച്ചായ വന്നപ്പോൾ എല്ലാം മറന്നുപോയി, കണ്ണുപൊട്ടനായിരുന്നു, ചെവിടും കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ എവിടുന്നാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത്? അപ്പൊ ഈ അഭ്യാസങ്ങളൊക്കെ നിർത്തണം ബിനോയ് വിശ്വം. കാരണം തന്റെ പേരും നിലയും എല്ലാം നശിക്കാൻ പോവുകയാണ്. പിണറായി വിജയനെ കുറിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു, ചവിട്ടി പുറത്താക്കി. അപ്പോൾ ആ ചവിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ ചവിട്ടി കൊട്ടോട്ടെ, എനിക്ക് ചവിട്ട് കിട്ടരുത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള
ഈ ബിനോയ് വിശ്വത്തിന്റെ ഈ അത് കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാൻ ശരിക്കും തോന്നും. ശരിയാണ്. അത് കാരണം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ തിരുത്താൻ കിട്ടിയ അവസരങ്ങളിലൊന്നും തിരുത്താതെ ബിനോയ് വിശ്വത്തെ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ നേതാവ് മുന്നോട്ട് പോയി. പക്ഷെ ഇപ്പൊ പിണറായി വിജയനെയും ബിനോയ് വിശ്വത്തെയും എല്ലാം ജനങ്ങൾ തിരുത്തിയിരിക്കുന്നു. ആ തിരുത്തല് നാടൻ ഭാഷയിൽ പറഞ്ഞ ഒന്നൊന്നര തിരുത്തലായി പോയി. ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ചില പശ്ചാത്താപ ഭാരവുമായി ബിനോയ് വിശ്വം മുന്നോട്ട് വന്നു എന്ന് മാത്രമേ ഇതിൽ പറയാൻ പറ്റൂ. അതായത് ബിനോയ് വിശ്വം എന്ന് പറയുന്ന നേതാവ് വെറും കാപട്യക്കാരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ സങ്കടം പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളാനായി മാത്രമേ കഴിയുള്ളൂ. കാരണം അദ്ദേഹം എപ്പോഴെങ്കിലും മുമ്പ് നമ്മുടെ CPI നേതാക്കന്മാരുണ്ട്, സി കെ ചന്ദ്രപ്പനൊക്കെ പിണറായി വിജയനോട് ലാവ്ലിൻ കേസിലൊക്കെ പച്ചയ്ക്ക് പറഞ്ഞ ആൾക്കാരാണ്. അന്നൊന്നും പറയാൻ അവർക്കൊന്നും അക്ഷരം മിണ്ടാനുണ്ടായില്ല. കട്ടാലും തട്ടിയാലും വേണ്ടില്ല, നമുക്ക് അധികാരം മതി എന്നുള്ളതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ട് എന്തായി, CPM നശിച്ചു, ഇടതുപക്ഷ മുന്നണി നശിച്ചു. ഇപ്പൊ കാണുന്ന ആൾക്കാർ ചവിട്ടി കാർക്കിച്ച് തുപ്പെന്നുള്ളതുകൊണ്ട് അത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ എന്ന് മാത്രമാണ് എന്റെ ശരിയായ വശം.